ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി വട ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ആവരുത്, ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, പിന്നെ 1 ടേബിൾ സ്പൂൺ സവോള അരിഞ്ഞതും, 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് ഡോ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നടുക്കൊരു ഹോൾ ഇട്ടിട്ട് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണ്. ഈ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിന് കൂടെ ഒരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ബ്രെഡ് വെച്ച് എന്ത് ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷൻ വന്നാൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.